إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، واشهد أن لا إله إلا الله وحده لا شريك له، واشهد أن محمدا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അതിന്റെ ഗൗരവത്തോടുകൂടി വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ പല കാര്യങ്ങളും കൽപ്പിച്ചിരിക്കുന്നു, പല കാര്യങ്ങളും നിരോധിച്ചിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ അമ്രുകൾ അഥവാ കൽപ്പനകൾ നാം എങ്ങനെയായിരിക്കണം സ്വീകരിക്കേണ്ടത്, അല്ലാഹുവിന്റെ കൽപ്പനയിലുള്ള നമ്മുടെ നിലപാട് എന്തായിരിക്കണമെന്ന് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് രചിച്ച വാജിബുന നഹ്നു മാ അമറന അല്ലാഹു ബി, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ബാധ്യത എന്ന ചെറിയ റിസാലയെ മുന്നിൽ വെച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. അല്ലാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ ആ കാര്യത്തോട് നമുക്കുള്ള 7 ബാധ്യതകളെ കുറിച്ചാണ്, 7 മർത്തബകളെ കുറിച്ചാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഈ ഒരു ചെറിയ റിസാലയിലൂടെ പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട മർത്തബയാണ്, അഥവാ അൽ ഇൽമു, അത് അറിവ് നേടുക എന്നുള്ളതാണ്. ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നാം ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു അമ്ർ അല്ലെങ്കിൽ ഒരു നിഷേധത്തെക്കുറിച്ച് നാം കേട്ടാൽ അത് അപ്പടി നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിന് മുമ്പ് ആ കാര്യത്തെക്കുറിച്ച് നാം പൂർണ്ണമായി പഠിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു കാര്യം നിഷിദ്ധമാണ് എന്ന് നാം കേട്ടാൽ
ആ കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായി നാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആ കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായി പഠിച്ചതിന് ശേഷം നാം എന്ത് ചെയ്യാം, ബാക്കി പിന്നെയാണ് നാം അമലുകളിലേക്ക് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് ആദ്യമായി ഉണ്ടാകേണ്ട മർത്തബ എന്നുള്ളത് ഈ ഷേഖ് പറഞ്ഞത് അത് ഇൽമു ബിഹിയാണ്, അഥവാ അറിവ് നേടുക എന്നുള്ളത്, ആ വിഷയത്തിൽ അറിവ് നേടുക എന്നുള്ളതാണ്. അഥവാ അള്ളാഹു കൽപ്പിച്ച കാര്യത്തെക്കുറിച്ച് ശരിയായ അറിവ് നേടുക എന്നതാണ് ഒന്നാമത്തെ ഘട്ടം. അള്ളാഹു തൗഹീദ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മെ കൽപ്പിക്കുകയും ശിർക്കിനെ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അള്ളാഹു കൽപ്പിച്ച തൗഹീദിനെ കുറിച്ച് നാം വളരെ വ്യക്തമായ രൂപത്തിൽ പഠിക്കൽ നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. അതുപോലെ തന്നെയാണ് അള്ളാഹു നിരോധിച്ച ശിർക്കിനെ കുറിച്ച് പഠിക്കലും. അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചതിനെയും നിരോധിച്ചതിനെയും കുറിച്ചും നാം വളരെ വ്യക്തമായി പഠിക്കണം. എന്നാലേ ആ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നല്ല രൂപത്തിൽ ഇഖ്ലാസോടുകൂടി നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ അറിവുണ്ടായിരിക്കണം. അതുകൊണ്ട് എന്താണ് തൗഹീദ് എന്ന് ചെയ്യണം, നാം പഠിക്കണം. അതുപോലെ ശിർക്കും നാം പഠിക്കണം. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഹമ്മദിന്റെ 19ാമത്തെ വചനത്തിലൂടെ പറയുന്നത് നമുക്ക് കാണാം. അല്ലാഹു പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽമുഅ്മിനീന വൽമുഅ്മിനാത്ത് വല്ലാഹു യഅലമു മുതഖല്ലബകും വമത്വാകും. അല്ലാഹു പറയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അറിയണം എന്ത്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് നിങ്ങൾ അറിയണം. എന്നിട്ട് അല്ലാഹു പറയാം, വസ്തഗ്ഫിർ ലിദംബിക, നിങ്ങൾ ചെയ്തു പോയ തിന്മയെ തൊട്ട് അല്ലാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യണം. വലിൽമുഅ്മിനീന വൽമുഅ്മിനാത്ത്, അത് സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് അല്ലാഹു പറയാം, വല്ലാഹു യഅലമു മുതഖല്ലബകും, അള്ളാഹു അറിയുന്നവനാണ്, മുതഖല്ലബകും, നിങ്ങളുടെ ചലനസ്ഥലവും അഥവാ നിങ്ങൾ എവിടെ കറങ്ങുന്നുണ്ടോ അതൊക്കെയും അള്ളാഹു വീക്ഷിക്കുന്നവനാകുന്നു. വമത്വാകും, നിങ്ങൾ എവിടെയൊക്കെ പാർക്കുന്നുവോ, നിങ്ങൾ എവിടെയൊക്കെ സഞ്ചരിക്കുന്നു, നിങ്ങൾ എവിടെയൊക്കെ താമസിക്കുന്നുവോ എല്ലാം അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടറിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെയും നമ്മുടെയും കാഴ്ചയുള്ള വ്യത്യാസം നാം മനസ്സിലാക്കിയാണ്. അള്ളാഹു കാണുന്നു വെച്ചാൽ നാം കാണുന്നത് പോലെയല്ല. നാം എത്ര ഒളിവിലാണെങ്കിലും എത്ര രഹസ്യമായി ചെയ്തതാണെങ്കിലും ഓരോ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഓരോ കാര്യത്തെക്കുറിച്ചും നാം എന്ത് ചെയ്യണം, ആദ്യമായി അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് കാണാം പല രൂപത്തിലുള്ള ഏലിസുകൾ കെട്ടുന്നവരുണ്ട്, അതുപോലെ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നവരുണ്ട്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അതുപോലെ മറ്റു പല തിന്മകളും ചെയ്തവരുണ്ട്. കച്ചവടത്തിൽ ഹലാലായ രൂപമുണ്ട്, എന്നാൽ കച്ചവടത്തിൽ പലിശ വന്നാൽ എന്ത് ചെയ്യും, അത് ഹറാമായ രൂപം ഉണ്ടാകും. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമുക്ക് അറിവുണ്ടായിരിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ്. ഓരോ കാര്യം ചെയ്യുമ്പോഴും ആ ഓരോ കാര്യത്തിനും അറിവുണ്ടായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവടത്തെ കുറിച്ച് പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു, അനുവദനീയമാക്കിയിരിക്കുന്നു. എന്നാൽ വഹറമ റിബ, ആ കച്ചവടത്തിൽ പലിശ എന്നുള്ളത് അല്ലാഹു നിരോധിച്ച കാര്യമാണ്, ഹറാമാക്കിയ കാര്യമാണ്. അതുകൊണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്രം കച്ചവടം അടിസ്ഥാനപരമായി എന്ത് ചെയ്തിട്ടുണ്ട്, അനുവദനീയമാക്കി. എന്നാൽ ചില പ്രത്യേക കാരണങ്ങളിൽ ചില ഇടപാടുകൾ നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. ഏതാനും ചില നിഷിദ്ധമായ കാര്യങ്ങളെ കുറിച്ചാണ്, നിഷിദ്ധമായ കച്ചവടത്തെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമതായി മദ്യം, അതുപോലെ പന്നി പോലെയുള്ളവ നമുക്ക് കച്ചവടം ചെയ്യൽ തീർത്തും നിഷിദ്ധമായ കാര്യമാണ്. അതിൻ്റെ ഒരു ഇടപാടിലും നാം പങ്കെടുക്കാനോ ഒരു രൂപത്തിലും ഇടപെടാൻ പാടില്ലാത്തതാണ്. ഇവ വിൽക്കുന്നതും വാങ്ങുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു. രണ്ടാമതായി ലഹരി പദാർത്ഥങ്ങൾ, ഏതൊരു ലഹരി പദാർത്ഥങ്ങളായാലും അഥവാ സിഗരറ്റ് പോലെ, മയക്കുമരുന്ന് പോലെ, MDMA പോലെ, കഞ്ചാവ് പോലെ മറ്റ് ഏത് ലഹരി വസ്തുക്കളാണെങ്കിലും അതിൻ്റെ ഒരു ഇടപാടിലും നാം ഉണ്ടാകാൻ പാടില്ല. അത് വാങ്ങുന്നവരാണെങ്കിലും വിൽക്കുന്നവരാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തും നിഷിദ്ധമാക്കിയ കച്ചവടമാണിത്. അതുപോലെ മൂന്നാമതായി ചത്ത മൃഗങ്ങളാണ്, അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശർഈയായ രീതിയിൽ അറുക്കപ്പെടാത്ത മൃഗത്തിന്റെ മാംസം എന്നുള്ളതാണ്. അത് ഒരാൾ കത്തി കൊണ്ട് അറുത്തതാണെങ്കിലും അത് അള്ളാഹുവിന്റെ പേരുച്ചരിക്കാതെയാണ് അറുക്കുന്നതെങ്കിൽ അത് നമുക്ക് ഭക്ഷിക്കാനും വിൽക്കാനും പാടുള്ളതല്ല. അത് ഒരാൾ അള്ളാഹുവിന്റെ പേര് തിരിച്ചാണ് അറുത്തത്, പക്ഷെ അതോടൊപ്പം മറ്റുള്ളവരെ വിളിച്ചാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേര് കൂട്ടിയാണ് അവൻ അറുത്തതെങ്കിൽ അതും നമുക്ക് ഭക്ഷിക്കാനോ വിൽക്കാനോ അനുവദനീയമല്ല എന്നുള്ളതാണ്. അതുപോലെ വിൽക്കാൻ പാടില്ലാത്തതാണ് നായ, അതുപോലെ പൂച്ച എന്നുള്ളത്. അത് നമുക്ക് പൂച്ച നമുക്ക് എന്ത് ചെയ്യാം, ആരെങ്കിലും സമ്മാനമായി ഗിഫ്റ്റായി തന്നാൽ, ഹദിയായി തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്വീകരിക്കാം.
എന്നാൽ ആ പൂച്ച വിൽക്കാനോ അഥവാ പണം കൊടുത്ത് വാങ്ങാനോ വിൽക്കാനോ പാടുള്ളതല്ല. അത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നായ നമുക്ക് അത്യാവശ്യമായ അഥവാ വലിയ കൃഷി പോലെയുള്ള അവസ്ഥ നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നായ അനുവദനീയമാണ്. പക്ഷേ അത് പോറ്റുന്നുണ്ടെങ്കിലും അത് വാങ്ങുന്നുണ്ടെങ്കിലും അത് നമുക്ക് പണം കൊടുത്ത് വാങ്ങാനോ വിൽക്കാനോ പാടുള്ളതല്ല. പിന്നെ അഞ്ചാമതായി ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അത്തദ്ലീസ്, വഞ്ചന നടത്തുക എന്നുള്ളതാണ്. അഥവാ വസ്തുവിന്റെ തകരാറുകൾ മറച്ചു വെച്ച് വിൽക്കുക എന്നുള്ളത്. ഒരു സാധനം നാം വിൽക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി അതിലെന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കാതെ വിൽക്കുക. അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് മറച്ചു വെച്ച് ചില കടകളിൽ നല്ല മുന്തിയ സാധനങ്ങൾ എന്ത് ചെയ്യും, മുകളിൽ വെക്കും. എന്നാൽ അതിന്റെ കുറവുകളുള്ളത് അടിയിൽ വെക്കുക. എന്ത് ചെയ്യും, ആൾക്കാർ ചോദിച്ചാൽ അതെടുത്ത് കൊടുക്കുന്ന അവസ്ഥ. അഥവാ ആളുകളുടെ മുമ്പിൽ നല്ലതാക്കി തോന്നുകയും അതിന്റെ കുറവുകൾ മറച്ചു വെക്കുകയും ചെയ്യുന്ന കച്ചവടം, വഞ്ചന നടത്തുക, അതും നിഷിദ്ധമാക്കപ്പെട്ടതാണ് കച്ചവടത്തിന്റെ കാര്യത്തിൽ. ആറാമതായി റിബ എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പലിശ എന്നുള്ളത്. പലിശയുമായി ബന്ധപ്പെട്ട എല്ലാത്തരം ഇടപാടുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഏതൊരു കാര്യത്തിലും ചെറിയ അളവാണെങ്കിലും പലിശ അത് ഹറാമാകുന്നു. ആ പലിശ കൊണ്ട് നാം ഭക്ഷിച്ചാൽ നാം കഴിച്ച ഭക്ഷണം കൊണ്ട് നമുക്കുണ്ടാകുന്ന ആരോഗ്യം, നമ്മുടെ ശരീരവും അത് നരകത്തിലായിരിക്കുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അതുകൊണ്ട് പലിശയുടെ കാര്യത്തിൽ നാം ഓരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടി എടുക്കേണ്ട കാര്യമാകുന്നു. അതുകൊണ്ട് കേവലം കേട്ടറിവുകളിൽ വിശ്വസിക്കാതെ പ്രമാണബന്ധമായ പുസ്തകങ്ങൾ വായിക്കുകയും പണ്ഡിതന്മാരോട് സംശയങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുക എന്നുള്ളത് നാം ഓരോ കാര്യം ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാകുന്നു, അതിന്റെ അറിവ് നേടുക എന്നുള്ളത്. അതുപോലെ രണ്ടാമതായി ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ രണ്ടാമത്തെ മർത്തബയായിക്കൊണ്ട് പഠിപ്പിച്ചത് അൽ മഹബ്ബയാണ്, സ്നേഹമുണ്ടാകുകയാണ്. അഥവാ അള്ളാഹു കൽപ്പിച്ച കാര്യത്തിൽ ഒന്നാമതായി അതിൽ അറിവുണ്ടായിരിക്കണം. രണ്ടാമതായി അള്ളാഹു കൽപ്പിച്ച കാര്യത്തിൽ മഹബ്ബത്ത്, അത് ഇഷ്ടത്തോടുകൂടി ഹുബ്ബോടുകൂടി ആയിരിക്കണം നാം അത് സ്വീകരിക്കേണ്ടതും ചെയ്യേണ്ടതും. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അതിനെക്കുറിച്ച് അറിയുക, എന്നാൽ അതിനുശേഷമാണ് എന്ത് ചെയ്യണം, നമുക്കതിൽ മഹബ്ബത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ നിയമങ്ങളെ വറുക്കുന്നവർ എത്ര കർമ്മങ്ങൾ ചെയ്താലും അത് അള്ളാഹു സ്വീകരിക്കുകയില്ല. പല നന്മകളും നാം ചെയ്യുന്നുണ്ടാകും, അത് ഫർളാണെങ്കിലും പലരും 5 വക്ത് നമസ്കരിക്കുന്നുണ്ടാവും, പൂർണ്ണമായി നമസ്കരിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ നോമ്പ് നോൽക്കുന്നുണ്ടാവും. പക്ഷെ ആ ചെയ്യുന്നത് നമ്മുടെ മേൽ നിർബന്ധമാക്കിയല്ലോ എന്ന രൂപത്തിൽ വെറുത്തുകൊണ്ടാണ്, അള്ളാഹുവിന്റെ കൽപ്പനയെ വെറുത്തുകൊണ്ടാണ് ഒരാൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അത് നിഷ്ഫലമായി പോകുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സൂറത്ത് മുഹമ്മദിന്റെ 9-ാമത്തെ ആയത്തിൽ പറയുന്നതായി കാണാം. ذلك بأنهم كرهوا ما أنزل الله. അതാകുന്നു ബിഅന്നഹും കരിഹു മാ അൻസല അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതിൽ അവരെന്ത് ചെയ്യുന്നു, കരിഹു, അവർ വെറുപ്പ് പ്രകടിപ്പിക്കുന്നവരാകുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഫഅഹ്ബത അഅമാലഹും, അവർ അങ്ങനെ പ്രവർത്തിച്ച എല്ലാ അമലുകളും അള്ളാഹു നിഷ്ഫലമാക്കി തീർക്കുന്നു എന്നാണ്. നാം ഓരോരുത്തരും സ്വന്തത്തോട് തന്നെ ചോദിക്കണം, നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നാം ചിന്തിച്ചു നോക്കിയാൽ അത് നാം ഇഷ്ടത്തോടു കൂടിയാണോ ചെയ്യുന്നത്, അതല്ല നമ്മുടെ മേൽ നിർബന്ധമാക്കി നമ്മുടെ മേലുള്ള ബാധ്യത എന്ന നിലക്ക് അത് പൂർത്തീകരിക്കാനാണോ നാം ഓരോരുത്തരും ഓരോ കർമ്മങ്ങളും ഓരോ നിർബന്ധ കർമ്മങ്ങളും ചെയ്യുന്നതെന്ന് നാം സ്വന്തത്തോടൊന്ന് ചോദിക്കുക. കാരണം അള്ളാഹ് പറഞ്ഞത് അങ്ങനെയുള്ള അമൽ അള്ളാഹു വേണ്ടാന്നാണ്, അള്ളാഹു അത് നിഷ്ഫലമാക്കി കളയുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു അവതരിപ്പിച്ച നിയമങ്ങളോട് വെറുപ്പ് തോന്നരുത് എന്നതാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നിയമങ്ങൾ പാലിക്കുന്നത് ഒരു ഭാരമായി കാണാതെ അതൊരു അനുഗ്രഹമായി നമുക്ക് കാണാൻ സാധിക്കണം. കാരണം അള്ളാഹുവിന്റെ നിയമം അഥവാ 5 നേര നിസ്കാരം ഒരു വക്ത് പോലും നിസ്കരിക്കാത്ത ആളുകൾ നമുക്കിടയിലുണ്ട്. ഒരു വക്ത് പോലും നിസ്കരിക്കാത്ത ആളുകൾ നമുക്കിടയിലുണ്ട്. എന്നാൽ അവയിൽ നിന്നൊക്കെ നമ്മളെ വേർതിരിച്ച് 5 വക്ത് നമസ്കരിക്കുന്ന ആളുകളാക്കി നമ്മളെ തീർത്ത അള്ളാഹുവിനെ നാം എത്ര സ്തുതിക്കണമെന്നാണ് നാം ഓർക്കേണ്ടത്. അത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. അതല്ല, അതൊരു ഭാരമായി നാം കാണാൻ പാടുള്ളതല്ല, അതൊരു അനുഗ്രഹമായിട്ടാണ് നാം കാണേണ്ടത്. അതിന് അള്ളാഹുവിനേറെ ശുക്രാണ് നാം നൽകേണ്ടത്. ഈ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഓരോ അമലുകളും നിഷ്ഫലമായി പോകാൻ അത് കാരണമായി തീരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, രോഗിക്ക് ഒരു കയ്പുള്ള മരുന്ന് നൽകിയാൽ എന്ത് ചെയ്യും? ആ രോഗി അത് എത്ര പ്രയാസമുണ്ടായാലും അത് കുടിക്കും. കാരണം എന്തേ? ആ രോഗിക്കറിയാം അത് പ്രയാസമുണ്ടായാലും അതിനേക്കാളുമുള്ള ഉപകാരം അതിനെ കൊണ്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? അത് എത്ര പ്രയാസമുണ്ടായാലും ആ വ്യക്തി എന്ത് ചെയ്യും? അത് കുടിക്കും. അതുകൊണ്ട് നാം ചെയ്യുന്ന അമലുകൾ അത് നമുക്ക് പ്രയാസമായി തോന്നുന്നുണ്ടെങ്കിലും അത് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തുകൊണ്ട് അള്ളാഹുവിനോട് ഹുബ്ബുണ്ടായിക്കൊണ്ട് തന്നെ അമലുകൾ ചെയ്യാൻ വേണ്ടി നാം പരിശ്രമിക്കുക. അതുപോലെ മൂന്നാമതായി ആ റിസാലയിൽ ഉള്ള മർത്തറിയായിക്കൊണ്ട് പറഞ്ഞത് അസ്മു അലൽ ഫിഅൽ, അഥവാ ദൃഢനിശ്ചിത ഉണ്ടായിരിക്കുക എന്നതാണ്. നാം ഒരു കാര്യത്തെ കുറിച്ച് ചെയ്യുകയാണെങ്കിൽ അറിവുണ്ടായിരിക്കുക എന്ന് പറഞ്ഞു.
രണ്ടാമതായി മഹബത്ത് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു. മൂന്നാമതായി പറഞ്ഞാണ് ദൃഢനിശ്ചിത ഉണ്ടായിരിക്കുക എന്നുള്ളത്. നമുക്ക് അറിവുണ്ടായി, ആ ചെയ്യുന്ന കാര്യത്തിൽ സ്നേഹം ഉണ്ടായി, എന്നാൽ മാത്രം ഒരാൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല. മറിച്ച് അത് പ്രവർത്തിക്കാനുള്ള ഉറച്ച തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ കാര്യം ചെയ്യും, അറിവ് ഒരു കാര്യത്തെ കുറിച്ച് പഠിച്ചു, അത് ചെയ്യാനുള്ള താല്പര്യമെടുത്തു, എന്നാൽ ഞാനത് ചെയ്തിരിക്കുമെന്നുള്ള ഉറച്ച തീരുമാനം എടുക്കുക എന്നതാണ് മൂന്നാമത്തെ മർത്തബയായിക്കൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ റിസാലയിൽ പറഞ്ഞു. മിക്കവരും എന്തെയും അറിവ് നേടും, അത് ഇഷ്ടപ്പെടുകയും ചെയ്യും, എന്നാൽ പ്രായോഗികമാക്കാൻ തീരുമാനമെടുക്കുന്നതിലാണ് പലരും എന്ത് ചെയ്യുന്നത്, പരാജയപ്പെടുന്നുള്ളത്. അതുകൊണ്ട് ചിലരും എന്ത് ചെയ്യും, ഭൗതികമായ ചില കാരണത്താൽ, ചില ആളുകൾ നമ്മെ എന്ത് വിചാരിക്കുമെന്ന ചില കാരണം പറഞ്ഞ് എന്ത് ചെയ്യും, ഓരോ അമലുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ മൂന്നാമത്തെ മർത്തബയായ ദൃഢനിഷ്ഠത നമുക്ക് ഉണ്ടായിരിക്കണം. ഓരോ അമലുകളിലും ദൃഢനിഷ്ഠത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒന്ന് സ്വർഗം പ്രവേശനത്തിന് വഴി ചോദിച്ച മനുഷ്യൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം സ്വർഗാവകാശിയാണെന്നാണ്. കാരണം എന്താണ്? അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ ഒരു ആയത്താണ് സൂറത്തുൽ ഹൂദിലെ 112-ാമത്തെ ആയത്തിൽ പറയുന്നു, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക ولا تطغوا إنه بما تعملون بصير. فاستقم كما أمرت ومن تاب معك. നീ ഉറച്ചു നിൽക്കുക, നിന്നോട് കൽപ്പിക്കപ്പെട്ടതായ നീയും അതുപോലെ നിന്നോടൊപ്പം തൗബ ചെയ്ത് മടങ്ങിയവരും ആ ദീനിൽ ഉറച്ചു നിൽക്കുകയും, എന്നാൽ വലാ തത്ഗൗ, നീ അതിരിട്ട് പോവുകയും ചെയ്യരുത്. ഇന്നഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തെ കുറിച്ചും നന്നായി കണ്ടറിയുന്നവനാകുന്നു എന്നാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉദാഹരണമായി കൊണ്ട് പറയുന്നതാണ്. മക്കയിലെ ഖുറൈശികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികാരവും സമ്പത്തും വെച്ചു നീട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ദൃഢനിശ്ചയത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. എന്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ചു തന്നാലും ഈ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ പിന്നോട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ ആയിരിക്കണം നാം ഒരു കാര്യത്തിൽ ലക്ഷ്യം വെച്ചാൽ, ഒരു കാര്യത്തിൽ ദൃഢനിശ്ചയ വെച്ചാൽ എന്ത് ചെയ്യും, അത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഓരോ കാര്യത്തിലും ദൃഢനിശ്ചിത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നാലാമതായി പഠിപ്പിച്ച മർത്തബയാണ് അൽ അമൽ എന്നുള്ളത്. അൽ അമലു ബി, ആ പഠിച്ച കാര്യം നമ്മുടെ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. നാം ഒരു കാര്യത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ കൽപ്പനയെ കുറിച്ച് പഠിച്ചു, അതിനെ പൂർണ്ണമായി വ്യക്തമായി നാം അറിയാൻ പരിശ്രമിച്ചു. രണ്ടാമതായി അതിൽ ഹുബ്ബുണ്ടായി, ആ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിനോട് ഇഷ്ടത്തോടുകൂടി പ്രവർത്തിക്കാൻ നാം പരിശ്രമിച്ചു. മൂന്നാമതായി ദൃഢനിശ്ചയോടുകൂടി നാം ഒരു തീരുമാനമെടുത്തു. നാലാമതായി ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ അമൽ പ്രാവർത്തികമാക്കാൻ നാം പരിശ്രമിക്കുക എന്നുള്ളതാണ് നാലാമത്തെ മർത്തബ. അള്ളാഹുവിന്റെ കൽപ്പനയോടുള്ള കടമയാണ് ആ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത്. ഭൂരിഭാഗം ആളുകളും ഒരു കാര്യം ചെയ്യാൻ ദൃഢനിശ്ചയം എടുക്കുകയോ അല്ലെങ്കിൽ അത് പ്രവർത്തിച്ചു തുടങ്ങുകയോ ചെയ്താൽ എന്ത് ചെയ്യും, ഞാൻ ജനങ്ങൾക്കിടയിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്ത് ചെയ്യും, ജനങ്ങളുടെ അഭിപ്രായം കൊണ്ട് പിന്നിൽ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നാം ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ നാം പരിശ്രമിക്കുക എന്നുള്ളതാണ്. അള്ളാഹു പറയുന്നത് കാണാം, വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. ഒരു കൂട്ടരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആമനു അവർ വിശ്വസിച്ചു, വഅമിലുസ് സ്വാലിഹാത്ത് അമലുസ് സ്വാലിഹാത്ത് അവർ പ്രവർത്തിക്കുകയും ചെയ്തു. അവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗ്ഗത്തിന്റെ ആളുകളാകുന്നു. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളാവുകയും ചെയ്തിരിക്കുന്നു. ഇനി അഞ്ചാമതായി ഷെയ്ഖുൽ ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ് അൽ ഇഖ്ലാസു വസ്സവാബ്, അഥവാ നിഷ്കളങ്കതയും കൃത്യതയും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിഷ്കളങ്കതയും കൃത്യത അഥവാ ഇഖ്ലാസോടുകൂടി ആയിരിക്കണം നാം ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം നാം ഓരോ കർമ്മങ്ങളും ചെയ്യേണ്ടത്. നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാനുള്ള രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊന്ന് ഇഖ്ലാസാണ്, അഥവാ നാം ചെയ്യുന്ന കാര്യം അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കണം. അതല്ലാതെ പ്രശസ്തിയോ ആളുകളുടെ പ്രീതിയോ ലക്ഷ്യമാക്കിയാൽ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല. എന്നാൽ അവരുടെ അടുക്കൽ നാം വലിയവരായിരിക്കാം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഓരോ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രമായിരിക്കണം ഓരോ നന്മകൾ നാം ചെയ്യുമ്പോഴും നമുക്ക് ഉണ്ടാകേണ്ടത്. രണ്ടാമതായി സവാബാണ്. ആ കർമ്മം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാതൃകയായിരിക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത
പുതിയ കാര്യങ്ങൾ ദീനിൽ കടത്തിക്കൂട്ടിയാൽ അത് ബിദ്അത്താകുന്നു. അത് നമുക്ക് ചെയ്യാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നാം വളരെ ഗൗരവത്തോടു കൂടി എടുക്കുകയും ആ മർത്തബോടുകൂടി തന്നെ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വ ജമീഇൽ മുസ്ലിമീൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹൻ നാസ് ഉസീകും വഇയ്യായ താനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാണ്. 5 കാര്യങ്ങളാണ് നാം പറഞ്ഞത്. അഥവാ അള്ളാഹു നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ നാം ഏത് രൂപത്തിലാണ് സ്വീകരിക്കേണ്ടത്. അതിൽ 7 മർത്തബകളെ കുറിച്ചാണ് അടിച്ചു വരുന്നത്. അതിലെ 5 മർത്തബകളെ കുറിച്ച് നാം പറഞ്ഞു. അതിലെ 6ാമത്തെ മർത്തബയായിക്കൊണ്ട് ശൈഖ് പറഞ്ഞത് അത്തഹ്ദീറു മിനൽ ഹുബൂത്ത് എന്നാണ്. അഥവാ അത്തഹ്ദീറു മിൻ ഫിഅലി മാ യുഹ്ബതു ബിഹി, അഥവാ കർമ്മത്തെ പാഴാക്കിക്കളയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനെ തൊട്ടുള്ള ജാഗ്രത. നാം പല നന്മകളും ചെയ്യുന്നുണ്ടാവും, പക്ഷേ നാം അറിയാതെ ആ കാര്യങ്ങൾ നിഷ്ഫലമായി പോകുന്ന അവസ്ഥ നമുക്കുണ്ടാകാൻ, അത് അള്ളാഹുവിന്റെ അടുക്കൽ നാം ചെയ്ത നന്മകൾ സ്വീകരിക്കപ്പെട്ടാലും പിന്നീട് നമ്മിൽ നിന്നുണ്ടാകുന്ന ചില പിഴവുകൾ കാരണം അവ അസാധുവാകാൻ സാധ്യതയുണ്ട്. ഇതിനെയാണ് അത്തഹ്ദീർ മിൻ ഹുബൂത്ത് എന്ന് ശൈഖ് ഇവിടെ വ്യക്തമായി പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം, അൻ തഹ്ബത അഅമാലകും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ അറിയാതെ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ ചെയ്തു പോയ അമലുകൾ പാഴാൻ പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ചില കാരണങ്ങൾ കൊണ്ടാണ്. അതിൽപ്പെട്ട ചില കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, അഹങ്കാരവും ലോകമാന്യവുമാണ്. അഥവാ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിൽ അഭിമാനം കൊള്ളുന്നതും അത് മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുത്തുകയും ആ നന്മയുടെ പ്രതിഫലം അത് ഇല്ലാതാക്കുകയും ചെയ്യും. അതുകൊണ്ട് നാം ചെയ്യുന്ന നന്മകൾ അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി ആണ് നാം ഒരു അമല് ചെയ്താൽ അതിനുവേണ്ടി നാം എത്ര പണമിട്ട്, ഏതൊരു അമല്, ഹജ്ജാണെങ്കിലും എത്ര പണമിട്ട് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ബ്രൈറ്റ് സ്റ്റുഡിയോ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഹാജി സ്റ്റുഡിയോ എന്നെല്ലാം പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്, പല ഫ്ലെക്സുകൾ ഇട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെയും ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. അതിന്റെ ഭാഗമായി മൗലിദ് കഴിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അതൊന്നും അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് അതൊക്കെയും ആ ചെയ്യുന്ന അമലുകൾ ഇതൊക്കെയും നാട്ടുകാർ കാണിച്ചതിലൂടെ അല്ല അള്ളാഹു പ്രതിഫലിക്കുന്നത്. അത് ഏറ്റവും നല്ല രൂപത്തിൽ ഇഖ്ലാസോടുകൂടി തന്നെ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച രൂപത്തിലാണ് ഓരോ കർമ്മങ്ങളും നാം ചെയ്യേണ്ടത്. എന്നാൽ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഓരോ കർമ്മങ്ങളും സ്വീകരിക്കുകയുള്ളൂ. അത്തരത്തിലായിരിക്കണം നാം ഓരോ കർമ്മവും സ്വീകരിക്കേണ്ടത്. ജനങ്ങൾ കാണാൻ വേണ്ടിയാകാൻ ആ ഓരോ കർമ്മങ്ങളും പാടുള്ളതല്ല. രണ്ടാമതായി ഉപദ്രവം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അഥവാ ഒരാൾ ദാനധർമ്മങ്ങൾ നൽകിയ ശേഷം അത് പറഞ്ഞു നടന്ന് ദാനം വാങ്ങിയവനെ പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥ എന്നുള്ളതാണ്. ആ ചെയ്ത ചിലപ്പോൾ നന്മയായിരിക്കും ചെയ്ത് ആ നന്മ എന്ത് ചെയ്യും? ഉറങ്ങിപ്പോകാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഒന്നാമതായി, ചെയ്ത നന്മകളെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാതിരിക്കുക എന്നുള്ളതാണ്. നാം ചെയ്ത നന്മകൾ നാം അല്ലാഹുമായി ഉള്ളതാണ്. അതുകൊണ്ട് അത് മറ്റുള്ളവരോട് പറയാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി, കർമ്മങ്ങൾ പാഴായി പോകാതിരിക്കാൻ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കുക. മൂന്നാമതായി, രഹസ്യമായി നന്മകൾ നാം വർദ്ധിപ്പിക്കുക. നമ്മുടെ നന്മകൾ തഹജ്ജുദ് പോലെയുള്ള മറ്റു രഹസ്യമായ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നാം വർദ്ധിപ്പിക്കുക. നാലാമതായി, നന്മകളെ നാം സംരക്ഷിക്കുക എന്നതാണ്. ഇനി 7ാമതായി ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് അതിന്റെ മർത്തബയായിക്കൊണ്ട് പറഞ്ഞ അവസാനത്തെ മർത്തബയാണ് അസ്സബാത്ത് എന്നുള്ളത്. അഥവാ അസ്സബാത്തു അലൈഹി, ആ ചെയ്യുന്ന കാര്യത്തിൽ സ്ഥിരത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സത്യം അറിഞ്ഞു, ഒരു കാര്യത്തെ കുറിച്ച് അറിഞ്ഞു, പിന്നെ അത് ഇഷ്ടത്തോടുകൂടി ചെയ്യാൻ പരിശ്രമിച്ചു. മൂന്നാമതായി, ദൃഢനിശ്ചയത്തോട് തീരുമാനമെടുത്തു. നാലാമതായി, അത് പ്രവർത്തിച്ചു. ഇനി 5ാമതായി നാം പറഞ്ഞു അൽ ഇഖ്ലാസു വസ്സവാബ്, അതിലെ ഇഖ്ലാസോടുകൂടി തന്നെ അത് പ്രവർത്തിക്കാൻ നാം പഠിച്ചു. 6ാമതായി ഉണ്ടാകേണ്ട മർത്തബയാണ് കർമ്മം പാഴാകാതെ പോവുക എന്നുള്ളതാണ്. അഥവാ ചെയ്ത കർമ്മങ്ങൾ മറ്റു ചില കാരണത്താൽ പാഴായി പോവാതിരിക്കുക. 7ാമതായി ആണ് പറഞ്ഞത് സ്ഥിരത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആ ചെയ്യുന്ന കാര്യം നിൽക്കാതെ ഏറ്റവും നല്ല രൂപത്തിൽ സ്ഥിരത കൊണ്ട് ഉണ്ടാകുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമൽ എന്നുള്ളത് അത് കുറവാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് രാത്രി നമസ്കാരം ഒരാൾ എപ്പോഴെങ്കിലും ഒരു 11 റക്അത്ത് നമസ്കരിക്കുന്നതിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടം നിത്യമായി 2 റക്അത്ത് അല്ലെങ്കിൽ 3 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പെങ്കിലും 1 മണിക്കൂർ ഖുർആൻ ഓതുന്നതിനേക്കാൾ നല്ലത് ഡെയിലി 1 പേജെങ്കിലും ഖുർആൻ ഓതുന്നതാണ്. അഥവാ ഒരു കാര്യം നാം ചെയ്യുകയാണെങ്കിൽ അത് നിത്യമായി സ്ഥിരതയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്.
അതുകൊണ്ട് നാം അള്ളാഹുവിന്റെ ആ ദീനിൽ ഉറച്ചു നിൽക്കുക, നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്ഥിരമായി ചെയ്യാൻ വേണ്ടി നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പ്രാർത്ഥനയാണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങൾ മാറ്റി മറിക്കുന്നവനെ സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറച്ചു നിർത്തേണമേ പോലുള്ള പ്രാർത്ഥനകൾ നാം വർദ്ധിപ്പിക്കുക. അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുക. ഈ പറഞ്ഞ 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുക. ഒരു കാര്യം അള്ളാഹുവിന്റെ കൽപ്പന നാം കേട്ടാൽ ഈ 7 മർത്തബയിലൂടെ ആയിരിക്കണം നാം ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത്. അത്തരത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവരാകാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് നീ ശമനം നൽകണമേ. അള്ളാഹു, കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഇവരുടെ പ്രയാസങ്ങൾക്ക് നീ ദൂരീകരിച്ചു കൊടുക്കണമേ, ഇവരുടെ പ്രയാസങ്ങൾക്ക് നീ മാറ്റി കൊടുക്കണമേ, ഒരു ശാന്തിയും സമാധാനവും നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا فإن لم تغفر لنا وارحمنا لنكونن من الخاسرين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.